അതിനു മുമ്പ് ആഷിക്ക്, ഞാൻ, രാജേഷ് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആഷിക്കിൻ്റെ ഇങ്ങനൊരു വിട്ടുപിരിഞ്ഞ് പോയത്. അതുകൊണ്ടാണ് നമ്മളത് സാധനം വെബ് സീരീസ് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തത്. അത് നമ്മൾ OTT ഫോർമാറ്റിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് തിയേറ്ററിൽ കാണിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മളതിനെ പിന്നെ ഒരു 90% ഇവൻ അഭിനയിച്ചിട്ടാണ് പോയത്. പിന്നെ അതിലൊരു കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളായിരുന്നു ബാലൻസ് ഉള്ളത്. നമ്മളതിനെ ഒരു സിനിമാറ്റിക് രീതിയിലോട്ട് കുറച്ച് റീഷൂട്ട് ചെയ്ത് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ മാറ്റി അതിനെ 2 സോങ്ങൊക്കെ ആഡ് ചെയ്ത് അതിന് പ്രത്യേകിച്ച് ആ തിയേറ്റർ എക്സ്പീരിയൻസിലുള്ള ഒരു മൂവിയായിട്ട് ഇറക്കിയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവി. അതായത് ഒരു 1.5 വർഷം മുന്നേ, അതായത് അവൻ നമ്മളെ വിട്ടുപോയതിന് ശേഷം ആ ഒരു ടൈമിൽ ഏതാണ്ട് അവൻ്റെ ആ ഒരു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി നിന്നിട്ട് അന്ന് എടുത്തൊരു തീരുമാനമാണ് ഇതെങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഇറക്കും എന്നുള്ളത്. അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവില്ല, ഇതിൻ്റെ ടെക്നിക്കലി ആണെങ്കിലും ഇതെങ്ങനെ തിയേറ്ററിൽ എത്തിക്കാമെന്ന് യാതൊരു ധാരണയില്ല. ആ ടൈമിൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കും എന്നുള്ളത്. അതിൻ്റെ എന്താണ്, എങ്ങനെ ആവും, എന്ന് ഇത് എത്തും എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അന്ന് നമ്മൾ തീരുമാനമെടുത്തു,